BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസൈർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ക്ലാസിക്സ്. 1000-ൽ പരം നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നും 100,000-ൽ പരം ഡിസൈനുകളും ഫാഷനും ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഉത്സവം. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. കുരിശിന്റെ വഴിയുടെ 14 സ്ഥലങ്ങളും പ്രാരംഭവും സമാപനവും ഒരുക്കി മനോഹരമായ ഒരു തീർത്ഥാടന കേന്ദ്രം. അത്ഭുതങ്ങളുടെ ഈ ഭൂമികയിലേക്ക് ഏവരെയും സ്വാഗതം. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS വധഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു. പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് മുൻ ഇടുക്കി MP K ഫ്രാൻസിസ് ജോർജ്. UDF MP-മാർ ഉൾപ്പെടെ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് നൽകിയ കത്തിന്റെ തുടർച്ചയാണ് 886.7 ചതുരശ്ര കിലോമീറ്റർ ESIയിൽ നിന്നും ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച പടിഞ്ഞാറേമഠത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൊടുപുഴ മൂൺ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിന്റെ 3ാമത് വാർഷികവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS വധഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു. നൂറുകണക്കിന് പാർട്ടി സഖാക്കളും ബഹുജനങ്ങളുമെല്ലാം അണിനിരക്കുന്ന പ്രതിഷേധത്തിൽ ജ്വാലകളിരമ്പുന്ന പ്രകടനം ഈ വഴിപ്പാടിലൂടെ കടന്നുപോയ പ്രകടനം തൊടുപുഴ പഴയ ബസ് സ്റ്റാൻഡിൽ പ്രതിഷേധ യോഗം ആരംഭിക്കും. പ്രതിഷേധ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് CPIM-ന്റെ ജില്ലാ സെക്രട്ടറി പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ CV വർഗീസ്, മുഹമ്മദ് ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. RSSന്റെ പ്രമുഖനായ നേതാവ് ഇന്നലെ അവർ സംഘടിപ്പിച്ച ഒരു യോഗത്തിൽ, ഉജ്ജയിനി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സംഘടിപ്പിച്ച ഒരു പൊതുയോഗത്തിൽ
കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തലയറുത്ത് കൊടുക്കുന്നവർക്ക് 1 കോടി രൂപ വാഗ്ദാനം ചെയ്തുകൊണ്ട് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന അങ്ങേയറ്റം ഭീകരവും ഭീവത്സവുമായ ഒരു പ്രസംഗമാണ് RSS നേതാവ് നടത്തിയത്. ഇവിടെ വർഗീയ കലാപം കേരളത്തിലൊരു ഘട്ടത്തിൽ തലശ്ശേരിയിൽ അഴിച്ചുവിടുന്ന സന്ദർഭത്തിൽ ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ചുകൊണ്ട് മൈക്ക് അനൗൺസ്മെന്റ് നടത്തുകയും ആക്രമിച്ചു, കൊലപ്പെടുത്തി എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള പ്രചാരവേല സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ അന്ന് പിണറായി ഏറ്റവും ചെറുപ്പമായിരിക്കുന്ന കാലത്ത് ഒരു മൈക്കും വണ്ടിയും എടുത്ത് BJP ഹിന്ദു വർഗീയവാദികൾ പറയുന്ന ഈ പ്രചരണം ഊഹാഭോഹങ്ങൾ പരത്തി നാട്ടിൽ കലാപവും കൊലപാതകവും നടത്തുന്നതിന് വേണ്ടി നടത്തുന്ന ആസൂത്രിതമായ പരിപാടിയുടെ ഭാഗമാണ്, നിങ്ങളാരും വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ അവരുടെ കള്ളപ്രചാര വേലയ്ക്കെതിരായി അണിനിരത്തുന്നതിന് വേണ്ടി ശ്രമിച്ചതിലൂടെ തുടങ്ങിയ പിണറായി വിരോധമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ, കേരളത്തിലെ, ഇന്ത്യയിലെ RSSകാരിൽ മുളപൊന്തി നിൽക്കുന്നത്. കോൺഗ്രസ് മുഖപത്രമായ വീക്ഷണം ദിനപത്രത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും ചീഫ് എഡിറ്ററുമായി PT തോമസ് MLA ചുമതലയേറ്റു. ഇതോടനുബന്ധിച്ച് എറണാകുളം വീക്ഷണമംഗളത്തിൽ ചേർന്ന യോഗത്തിൽ KPCC പ്രസിഡന്റ് VM സുധീരൻ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ, ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിലുമെല്ലാം വളരെയേറെ ആഭിമുഖ്യം പ്രകടിപ്പിക്കുന്ന ശ്രീ PT തോമസ് MD ആയി ചാർജ് എടുക്കുന്നത് വീക്ഷണത്തിന് ഒരു പുതിയ തുടക്കമാകട്ടെ എന്നാണ് എൻ്റെ ആശംസകൾ. ഇന്റർനെറ്റ് എഡിഷൻ നമ്മളും തുടങ്ങണം. അപ്പോൾ ലോകത്തെമ്പാടുമുള്ള ആളുകൾക്ക് ഇന്റർനെറ്റ് എഡിഷൻ കിട്ടാൻ പര്യാപ്തമാകും. ഞാൻ ദീർഘമായി സമയത്തിപ്പോൾ നാളെ ബഡ്ജറ്റായതുകൊണ്ട് അസംബ്ലിയുണ്ട്, പോകണം. എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് PT തോമസിനെ ഈ കാര്യം നമ്മളെല്ലാവരും ചേർന്ന് ഏൽപ്പിക്കുന്നത്. നന്നായി ഇത് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. വീക്ഷണം പത്രത്തിന് ആശയപരമായ ഒരു ആശയ പ്രചരണത്തിനുള്ള ഒരു മുഖപത്രമായി വീക്ഷണത്തെ മാറ്റിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, എറണാകുളം DCC പ്രസിഡന്റ് TJ വിനോദ്, VJ പൌലോസ്, എക്സിക്യൂട്ടീവ് എഡിറ്റർ TV പുരം രാജു, മാനേജിംഗ് എഡിറ്റർ ഡോക്ടർ ശൂരനാട് രാജശേഖരൻ, T ശരത്ചന്ദ്ര പ്രസാദ്, കൊച്ചി മേയർ സൗമിനി ജെയിൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. PT തോമസ് മറുപടി പ്രസംഗം നടത്തി. നമ്മുടെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള കേരളത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും ബഹുമാന്യരായ നേതാക്കന്മാർ, ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ശ്രീ AK ആന്റണി അടക്കമുള്ള എല്ലാവരും എളിയവനായ എന്നിൽ അർപ്പിച്ച ഈ ഉത്തരവാദിത്വം എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ നിർവഹിച്ച് മുന്നോട്ട് പോകും എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സന്ധ്യയെ സാക്ഷി നിർത്തി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് റാലി നടന്നു. അമ്മയാണ്, ഭാര്യയാണ്, ശക്തിയാണ് വനിതകൾ. അമ്മയാണ്, ഭാര്യയാണ്, ശക്തിയാണ് വനിതകൾ. പൊതുസമ്മേളനം തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിമ്മി പോൾ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിൻസി സോയി അധ്യക്ഷത വഹിച്ചു. സതീഷ് കേശവൻ, സീന ഇസ്മായിൽ, ലത്തീഫ് മുഹമ്മദ്, സിനോഷ് ജോസ്, സലീന MU, ഷൈനി ഷാജി തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. തൊടുപുഴ ICDS ശിശുവികസന പദ്ധതി ഓഫീസർ സുജ ജേക്കബ്, ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ സോഫി ജേക്കബ്, പ്രോഗ്രാം ഓഫീസർ MM മോഹൻദാസ്, സൂപ്പർവൈസർമാർ, അംഗൻവാടി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. തൊഴിലിടങ്ങളിലെ സ്ത്രീകളുടെ സുരക്ഷ
ആയിട്ട് ബന്ധപ്പെട്ട് 2013 പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമമുണ്ട്. ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 10 ജീവനക്കാർ, സ്ത്രീകളല്ല 10 ജീവനക്കാരിലും അധികം ജോലി ചെയ്യുന്ന എല്ലാ സ്ഥാപനങ്ങളിലും നിർബന്ധമായിട്ടും ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി രൂപീകരിക്കേണ്ടതുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്മിറ്റി രൂപീകരിച്ചില്ലെങ്കിൽ എംപ്ലോയർ എന്ന് പറയുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ അതുപോലെ അതായത് പഞ്ചായത്ത് പ്രസിഡന്റുമാര് സെക്രട്ടറിമാര് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി നിർബന്ധമാക്കി 2013 ആക്ട് പ്രകാരം നിലവിൽ വരേണ്ടതാണ്. ഈ ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി കുറഞ്ഞത് 4 അംഗങ്ങൾ എങ്കിലും ഉള്ള ഒരു ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റിയാണ്. അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആ സ്ഥാപനത്തിലെ നേതൃത്വത്തിൽ പരിചയമായിരിക്കണം. മറ്റ് 2 ജീവനക്കാർ അതിലുണ്ടായിരിക്കണം. പുറത്തുനിന്ന് 4ാമത്തെ ആളെന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ത്രീ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഒരു സന്നദ്ധ സംഘടനയുടെ വനിതയായിരിക്കും. ഇത്തരത്തിലുള്ള ഒരു കമ്മിറ്റി ഇല്ല എന്നുള്ളത് ഇപ്പം തീർച്ചയായിട്ടും നമുക്കറിയാം. ഓരോരോ സമയങ്ങളിലും പലപ്പോഴും ഇതുമായിട്ട് കാലിക പ്രാധാന്യമുള്ള ഒട്ടേറെ വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്നുണ്ട്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC NSS വോളണ്ടിയർമാർക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ UN പ്രകാശ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് കൌൺസിലർ K ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് PK ഷാജി, KC ബിനു, സുജ ജേക്കബ്, KK കനകമ്മ എന്നിവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലഘട്ടങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. ഭാരതത്തിൽ, ഇന്ത്യയിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് കൊടുത്തിരുന്നത്. സ്ത്രീയെ ദേവിയായിട്ട് കാണുന്ന ഒരു പാരമ്പര്യവുമാണ് നമുക്കുണ്ടായിരുന്നത്. നമ്മുടെ സംസ്കാരം അതായിരുന്നു. അതോടൊപ്പം തന്നെ ചരിത്രത്തിൻ്റെ ഏടുകൾ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാൻ സാധിക്കും, സ്ത്രീക്കെതിരെ അനീതിയോ അക്രമമോ നടന്നിട്ടുണ്ടെങ്കിൽ ആ സമൂഹത്തിന് നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നത്, നീ സ്വർഗം എവിടെയാണെന്ന് അന്വേഷിക്കുകയാണെങ്കിൽ നിന്റെ അമ്മയുടെ കാൽപാദങ്ങൾക്ക് താഴെ നീ അന്വേഷിക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്ത്രീക്ക് എത്രമാത്രം ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ്, മൂല്യമാണ് ഖുറാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നമ്മുടെ പൗരാണികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ, നമുക്ക് വെളിച്ചം വീശിക്കൊണ്ടിരിക്കുന്ന ഇതിഹാസ ഗ്രന്ഥങ്ങൾ, ഇവിടെ എല്ലാം നോക്കിയാൽ സ്ത്രീക്ക് വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കലാലയങ്ങളിലെല്ലാം സ്ത്രീകളെ വളരെ ആരോഗ്യകരമായിട്ട്, നമ്മുടെ സഹപാഠികളായിട്ടുള്ള സഹോദരിമാരായിട്ടുള്ള കുട്ടികളെ വളരെ ആരോഗ്യകരമായിട്ടുള്ള ബന്ധം നിലനിർത്തുന്നതിനും അവരെ ബഹുമാനിക്കുന്നതിനും കുട്ടികൾ പഠിക്കേണ്ടതാണ്, ശീലിക്കേണ്ടതാണ്. അത് അങ്ങനെ ശീലിച്ചിട്ടുണ്ടെങ്കിൽ അമ്മയെ ബഹുമാനിക്കും, അമ്മയെ ആദരിക്കും, പെങ്ങളെ ബഹുമാനിക്കും, പെങ്ങളെ ആദരിക്കും, സഹപാഠിയെ ബഹുമാനിക്കും, സ്നേഹിക്കും. അങ്ങനെ വിവിധ തലങ്ങളിൽ നിങ്ങൾക്ക് നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ബന്ധം, സ്ത്രീ പുരുഷ ബന്ധം നിലനിർത്തുന്നതിന് സ്ത്രീയോടുള്ള നമ്മുടെ സമീപനത്തിൽ മാറ്റം വരണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് മുൻ ഇടുക്കി MP K ഫ്രാൻസിസ് ജോർജ്. ചില സംസ്ഥാനങ്ങളുടെ റിപ്പോർട്ട് താമസിക്കുന്നുവെന്ന കാരണത്താൽ റിപ്പോർട്ട് പെട്ടിയിൽ സൂക്ഷിക്കുന്നത് ജനദ്രോഹമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് ചെയർമാൻ കൂടിയായ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ചില സംസ്ഥാനങ്ങൾ യഥാസമയം പരിഷ്കരിച്ച റിപ്പോർട്ടുകൾ നൽകാത്തതിന്റെ പേര് പറഞ്ഞ് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന്റെ അന്തിമ വിജ്ഞാപനം ഒതുക്കിവെക്കുന്നത് ജനദ്രോഹ നടപടിയാണെന്നും വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്നും ജനാധിപത്യ കേരള കോൺഗ്രസ് സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് K ഫ്രാൻസിസ് ജോർജ് ആവശ്യപ്പെട്ടു. ഇടുക്കി മുരിക്കാശ്ശേരിയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ധർണാ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കസ്തൂരിരംഗൻ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്തിമ വിജ്ഞാപനം ജനവാസ കേന്ദ്രങ്ങളും കൃഷിഭൂമികളും തോട്ടങ്ങളും ഒഴിവാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇന്ന് 12 കേന്ദ്രങ്ങളിൽ ഇതുപോലുള്ള ധർണാ സമരം നടത്തി. അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. കാരണം പല സംസ്ഥാനങ്ങളിൽ നിന്നും അഭിപ്രായങ്ങളൊക്കെ കിട്ടാനുണ്ട് എന്നുള്ള ഒരു കാരണമാണിത്. അപ്പൊ വീണ്ടും 2015 സെപ്റ്റംബർ മാസത്തിൽ ആ കരട് വിജ്ഞാപനം വീണ്ടും പുനർവിജ്ഞാപനം ചെയ്തു.
ഇപ്പോൾ ഈ മാർച്ച് മാസം 4-ാം തീയതി രണ്ടാമത്തെ കരട് വിജ്ഞാപനത്തിന്റെ കാലാവധിയും പൂർത്തിയാകാൻ പോവുകയാണ്. കേരളം ഉൾപ്പെടെ പശ്ചിമഘട്ടത്തിലെ 6 സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളം, നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ UDF ഗവൺമെന്റ് കാലത്ത് ഉണ്ടായ നിലപാടുകളും സംഭവവികാസങ്ങളൊക്കെ നിങ്ങളുടെ എല്ലാം മനസ്സിലുണ്ട്. ഞാനത് വളരെ വിശദമായിട്ട് ആവർത്തിക്കേണ്ടതായിട്ടില്ല. പശ്ചിമഘട്ടത്തിന്റെ മൊത്തത്തിലുള്ള സംരക്ഷണം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തി ആ സംരക്ഷണത്തിന് വേണ്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനാണ് അവരോട് ആവശ്യപ്പെട്ടത്. ഇടുക്കിയിലെ ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ ജനാധിപത്യ കേരള കോൺഗ്രസ് സമരമുഖത്തുണ്ടാവുമെന്നും ഫ്രാൻസിസ് ജോർജ് പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് നോബിൾ ജോസഫ് അധ്യക്ഷത വഹിച്ചു. പ്രദീപ് ജോർജ്, ഉലഹന്നാൻ, MK മാത്യു, CB ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ ജില്ലാ വാർഷികം നടന്നു. ജില്ലാ പ്രസിഡന്റ് MP അയ്യപ്പൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് JCS നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് SN മേനോൻ, ജില്ലാ സെക്രട്ടറി ES നാരായണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. പെൻഷൻ മുടങ്ങി, ശമ്പളം മുടങ്ങി എന്നുള്ള പരിതാപകരമായ ഒരവസ്ഥയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു സർക്കാർ അധികാരം ഒഴിഞ്ഞ് മറ്റൊരു സർക്കാർ വന്ന 2 ഭരണം ഒരേ സമയം കാഴ്ചവെച്ച ഒരു സന്ദർഭത്തിലാണ് അടുത്ത ബഡ്ജറ്റിൽ നമ്മുടെ വിഷയം എങ്ങനെയിരിക്കും എന്നതിന് ആശങ്കാകുലമായി ചിന്തിക്കുന്ന ഒരു പെൻഷൻ വിഭാഗത്തിൻ്റെ ഇടയ്ക്കാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഉത്തമ ബോധ്യമുണ്ട്. അപ്പോൾ ഞാൻ തുടങ്ങിയത് നമ്മുടെ 2 ഭരണങ്ങൾ നടത്തിയ ഒരു വർഷത്തെ പറ്റിയാണ്. ആ ഒരു വർഷത്തിൽ 5 മാസക്കാലം 4 മാസവും ഏതാണ്ട് 10-20 ദിവസവും UDF സർക്കാരാണ് ഭരിച്ചത്. ഭരണത്തിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ നമ്മളൊരു സമരം ചെയ്തത് പെൻഷൻ തന്നില്ലെങ്കിൽ 16-ാം തീയതി സമരം എന്ന രീതി ആവിഷ്കരിച്ചു. ഇല്ലാന്ന് പറയുന്നില്ല. അതിന് കാരണം 15-ാം തീയതി പെൻഷൻ തരാത്ത അന്ന് അന്വേഷിച്ച് സെക്രട്ടേറിയറ്റിൽ ചെല്ലുമ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 15-ന് പെൻഷൻ തന്നില്ലെങ്കിൽ 16 സമരം എന്ന് തീരുമാനിച്ചു. അത് നടപ്പാക്കുകയും ചെയ്തു. അതേസമയം നമ്മൾ മറ്റൊരു കാര്യം മറന്നു പോകരുത്. മാർച്ച് 23-ന് നമ്മുടെ സംസ്ഥാന സമ്മേളനം നടക്കുന്ന വേദിയിൽ വെച്ചാണ് ജനറൽ സെക്രട്ടറി പെൻഷൻ വന്നിട്ടുണ്ട് എന്ന് അറിയിക്കുന്നത്. അങ്ങനെയാണ് മാർച്ച് മാസത്തെ പെൻഷൻ വന്നു കഴിഞ്ഞു എന്ന് വേദിയിലിരിക്കുന്നവരും സദസ്സിലിരിക്കുന്നവരും മനസ്സിലാക്കി. കൊടും ചൂടിൽ ആളുകൾക്ക് ആശ്വാസമായി വേനൽ മഴയെത്തി. തൊടുപുഴയിലും പരിസരത്തുമാണ് ചെറിയ തോതിൽ മഴ പെയ്തത്. വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ശനിയാഴ്ച നടക്കും. രാവിലെ 5-ന് പള്ളി ഉണർത്തൽ, 5:30-ന് നിർമ്മാല്യ ദർശനം, 6-ന് മലർ നിവേദ്യം, 6:30-ന് ഉഷപൂജ, 7-ന് ഗണപതി ഹോമം എന്നിവ നടക്കും. വേദിയിൽ രാവിലെ 7:30 മുതൽ ശശിധരൻ പൂമാല അവതരിപ്പിക്കുന്ന പുരാണ കഥാകഥനം, 8 മുതൽ പൊങ്കാല, 10:30-ന് പൊങ്കാല നിവേദ്യം, 11:30 മുതൽ മഹാപ്രസാദ ഊട്ട് എന്നിവ ഉണ്ടായിരിക്കും. UDF MPമാർ ഉൾപ്പെടെ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് നൽകിയ കത്തിന്റെ തുടർച്ചയാണ് 886.7 ചതുരശ്ര കിലോമീറ്റർ വനേതര മേഖല ESAയിൽ നിന്നും ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. താൻ കൂടി ഒപ്പിട്ട ഈ കത്തിനെക്കുറിച്ച് മറച്ചുവെച്ചാണ് ആന്റണി MP അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചത് എന്ന് കത്ത് ഹാജരാക്കിക്കൊണ്ട് MP വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് മുതൽ തന്നെ ഈ വിഷയത്തിനകത്ത് വ്യക്തിപരമായി ഞാനും ഹൈറേഞ്ച് സംരക്ഷണ സമിതിയും അന്ന് ആ സമരത്തോടൊപ്പം പിന്തുണച്ചിരുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഒക്കെ എടുത്തിരുന്നൊരു നിലപാട് അത് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് വേണം ESA പ്രഖ്യാപിക്കാനെന്നുള്ളത്. അതിന് തടസ്സമായി നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയായിരുന്നു അതിന്റെ തീരുമാനം. മാധവകാട്ടി സമിതി റിപ്പോർട്ട് വന്നപ്പോൾ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നത് കസ്തൂരംഗനെ എത്തുമ്പോഴും 123 വില്ലേജുകളിൽ
അതായത് ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളും തോട്ടങ്ങളും ഒഴിവാക്കാൻ കസ്തൂരംഗൻ തീരുമാനിച്ചു. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് തന്നെയാണ്. കാരണം ഇത് കാർഷിക സമ്പദ്ഘടനയെ വല്ലാണ്ട് ബാധിക്കും, അതുകൊണ്ട് കൃഷിയിടങ്ങളും തോട്ടങ്ങളും നാം ഉൾപ്പെടുത്താൻ പാടില്ല. ആ കസ്തൂരംഗന്റെ നിലപാടിന് വിരുദ്ധമായി കേരളത്തിലെ 123 വില്ലേജുകളെ ഉൾപ്പെടുത്തിയപ്പോൾ, പ്രത്യേകിച്ച് ഇടുക്കിയിലെ 47 വില്ലേജുകളും കുട്ടമ്പുഴയിൽ ഉൾപ്പെടുന്ന 48 വില്ലേജുകൾ ഉൾപ്പെടുത്തിയപ്പോൾ തന്നെ അത് പൂർണ്ണമായി ഒഴിവാക്കണമെന്ന നിലപാടാണ് നമ്മൾ സ്വീകരിച്ചത്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോഴാണ് നവംബർ 13, 2013 ഇപ്പോൾ ഉണ്ട് ഒന്നും ഇല്ലെന്നും തർക്കിക്കുന്ന ഉത്തരവ് കേന്ദ്ര ഗവൺമെന്റ് പുറപ്പെടുവിച്ചത്. ആ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഇവിടെയെല്ലാം ESI ആയി പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമാണ്. അതിനെതിരെ വലിയ പ്രതിഷേധവും കലാപങ്ങളും ഉണ്ടായപ്പോഴാണ് ഗവൺമെന്റ് കേരളത്തിൽ ഉമ്മൻ സമിതിയെ വെക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നിലവിൽ ഇതിനെ ESI ആയി പ്രഖ്യാപിച്ചപ്പോൾ പിന്നെ അടുത്ത പരിഹാര മാർഗം എന്ന നിലയിലാണ് തോട്ടങ്ങളും ജനവാസ കേന്ദ്രങ്ങളും കൃഷിയിടങ്ങളെയും ഒഴിവാക്കണമെന്ന നിലപാടിലേക്ക് പൊതുവായി എല്ലാവരും എത്തിച്ചത്. അങ്ങനെയുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്ന സാഹചര്യത്തിൽ തന്നെ പറഞ്ഞതാണ് ഈ 123 വില്ലേജുകൾക്കുള്ളിൽ വനമേഖലയിൽ മാത്രമായി ESI നിജപ്പെടുത്തണം, അതിന് പുറത്തുള്ള പ്രദേശത്ത് ESI പ്രായോഗികമല്ലായിരുന്നു. പക്ഷെ ഗവൺമെന്റ് നടത്തിയ നിലപാട് ഈ ജനവാസ കേന്ദ്രങ്ങൾക്കിടയിലുള്ള ചെറിയ ചെറിയ പാറകൾ, ചെറിയ ചെറിയ ഈ ചതുപ്പുകൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ കൂടി ESI ആക്കി ESIയും നോൺ ESIയും ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രപ്പോസലാണ് കൊടുത്തത്. അങ്ങനെയാണ് 99,999.7 സ്ക്വയർ കിലോമീറ്റർ. അതിനകത്ത് ഗവൺമെന്റ് തന്നെ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു 9,107 സ്ക്വയർ കിലോമീറ്റർ വനഭൂമി, ബാക്കി 886.7 സ്ക്വയർ കിലോമീറ്റർ വനത്തിന് പുറത്തുള്ള ചതുപ്പും പാറയും ഒക്കെ പെടുന്ന ESI പ്രദേശങ്ങളാണ്. അതായത് സർക്കാർ ഭൂമിക്കിടയിൽ കിടക്കുന്ന ഗവൺമെന്റിന്റെ കൈവശത്തിരിക്കുന്ന തരിശു ഭൂമിയും പാറയും തന്നെയാണ് എന്ന് ഗവൺമെന്റ് പറഞ്ഞു. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് ചെന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ ഒരു തടസ്സം പറഞ്ഞു. ഈ ESI എന്നുള്ളത് തുടർ ഭൂപ്രദേശമാണ്. അപ്പോൾ അതിന്റെ ഇടയിൽ കുറച്ച് ഭാഗത്തെ ESI ആയി പ്രഖ്യാപിക്കാനാവില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് അതിനകത്ത് ഒരു ക്ലാരിറ്റി, വ്യക്തത വേണമെന്നുള്ളത്. അവിടെ നിന്നാണ് പിന്നീട് ഇത് സർവേ നമ്പരും വില്ലേജും എന്നൊക്കെയുള്ള പുതിയ വിവാദങ്ങളിലേക്ക് പോകുന്നത്. തൊടുപുഴ മൂൺ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിന്റെ 3ാമത് വാർഷികവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുസമ്മേളനത്തിൽ ഒറ്റപ്പാലം സബ് കളക്ടർ നൂഹ് പി ബാഹ IAS, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ താലൂക്ക് പ്രസിഡന്റ് അബ്ദുൾ ഗഫൂർ മൗലവി അൽ മഫാസ്, പഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സ്കൂൾ MP അൽമീന സൈനുദ്ദീൻ, ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്ന, വൈസ് ചെയർമാൻ ഫിറോസ് മരവെട്ടിക്കൽ, സെക്രട്ടറി സിയാദ് ഇബ്രാഹിം എന്നിവർ പങ്കെടുത്തു. മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിന്റെ 3ാമത് വാർഷികവും പുതിയ സ്കൂൾ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും 2017 മാർച്ച് 5-ാം തീയതി നടത്തപ്പെടുന്നു. നമ്മളിപ്പോ ഈ വിദ്യാഭ്യാസത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരു ഭൗതിക വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം ആത്മീയ വിദ്യാഭ്യാസം കുറച്ചുകൂടി ഊന്നൽ നൽകാവുന്നതാണ്. ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് രണ്ടും ഒരേപോലെ കൊണ്ടുവന്ന രീതിയിലുള്ള സിലബസാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് വരുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ട്, അതായത് ഇപ്പോ എത്തിച്ചേരുക മീൻസ് അതിൽ വന്ന് പഠിച്ച് തിരിച്ച് ഹോംവർക്ക് ചെയ്ത് തിരിച്ച് വീണ്ടും അടുത്ത ദിവസം വരാനുള്ള ആ ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ സ്റ്റുഡൻസിൽ കാണുന്നില്ല. അവർ ഏറ്റവും ഉത്സാഹത്തോടെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്നു. അവരുടെ സ്കില്ല്, അതിനുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും ആ സ്കൂൾ സമയം 9:30 മുതൽ 3 മണി വരെയുള്ള സ്കൂൾ ടൈമിംഗിൽ തന്നെ നടക്കുന്നു. വർക്ക്ലോഡ് മാക്സിമം കുറച്ചുകൊണ്ട് എക്സാമിനേഷൻസ് ഇല്ല. പക്ഷെ കുട്ടി എല്ലാ കാര്യങ്ങൾക്കും പ്രിപ്പയർഡ് ആയിരിക്കും. ജീവിത സാഹചര്യം നേരിട്ട് മുന്നോട്ട് പോകാനും പ്രിപ്പയർഡ് ആയിരിക്കും. ആ ഒരു സിലബസ് ആണ് നമ്മുടെ അതിൽ കൊടുക്കുന്നത്. നമ്മുടെ സിലബസ് IGCSE സിലബസ് ആണ്. ഇന്റർനാഷണൽ ജനറൽ സർട്ടിഫിക്കറ്റ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, അത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്, അവരുടെ സിലബസ് ആണ്. ശേഷം നമ്മുടെ ഖുർആൻ ക്ലാസ്സുകളും അതുപോലെ ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മദീന യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഈ 2 കാര്യങ്ങളാണ് ഒരേ കരിക്കുലത്തിൽ മുന്നോട്ട് പോകുന്നത്. 8ാം ക്ലാസ് വിദ്യാഭ്യാസം കിട്ടുന്ന സമയത്ത് നമുക്ക് ഖുർആൻ മനഃപ്പാഠമാക്കാനുള്ള സാഹചര്യം കൂടി നമ്മുടെ 1ാം ക്ലാസ് മുതൽ പഠിച്ചു വരുന്ന കുട്ടിക്ക്, KG മുതൽ പഠിച്ചു വരുന്ന കുട്ടിക്ക് ഉണ്ടായിരിക്കും. സ്വകാര്യ റിസോർട്ടിൽ നിന്നും മലങ്കര ഡാമിലേക്ക് മാലിന്യം ഒഴുക്കിവിടുന്ന 3 പൈപ്പുകൾ തൊടുപുഴ തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടെത്തി. വേറെ ഉണ്ടോ?
2015-16 മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം തുക ചിലവഴിച്ച മികച്ച രണ്ടാമത്തെ പഞ്ചായത്തായി മണക്കാട് ഗ്രാമപഞ്ചായത്തിനെ തിരഞ്ഞെടുത്തു. കണ്ണൂരിൽ നടന്ന പഞ്ചായത്ത് ദിനാഘോഷ ചടങ്ങിൽ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനിൽ നിന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വത്സ ജോൺ ഏറ്റുവാങ്ങി. വർദ്ധിപ്പിച്ച പാചകവാതക വില പിൻവലിക്കുക, വെട്ടിക്കുറച്ച റേഷൻ വിഹിതം പുനഃസ്ഥാപിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മഹിളാ സംഘം താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ അടുപ്പുകൂട്ടി സമരം നടത്തി. പാചകവാതക വിലവർദ്ധന പിൻവലിക്കുക, പാചകവാതക വിലവർദ്ധന പിൻവലിക്കുക, ജനസേവനത്തിൻ പേര് പറഞ്ഞ് അധികാരത്തിൽ തന്നിട്ട് പെട്രോളിനും വില കൂട്ടി, ഡീസലിനും വില കൂട്ടി, മോഡി സർക്കാർ തുലയട്ടെ. മഹിളാ സംഘം സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഗീതാ തുളസീധരൻ ഉദ്ഘാടനം ചെയ്തു. മോളി രാജു, ഫാത്തിമ അസീസ്, ശ്രീജ സാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത് കേന്ദ്രത്തിൽ മോഡി അധികാരത്തിൽ ഏറിയതിനു ശേഷം ഇങ്ങോട്ട് 2 വർഷക്കാലം നമ്മൾ ജനങ്ങൾ ഇന്ത്യയിലും കേരളത്തിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ കുറയൊന്നുമല്ല. അത് പല തരത്തിലും പല രൂപത്തിലും ഭാവത്തിലുമാണ് ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡി അധികാരത്തിൽ കയറുമ്പോൾ ആദ്യം പറഞ്ഞത്, ഇവിടെ സ്വാഗത പ്രസംഗം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, വിദേശ ബാങ്കുകളിൽ കിടക്കുന്ന കള്ളപ്പണം കണ്ടുകെട്ടി നമ്മുടെ ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വീതം ഇട്ട് തരും എന്നാണ് പറഞ്ഞിരുന്നത്. എല്ലാവരും സീറോ ബാലൻസ് അക്കൗണ്ട് എടുക്കാൻ ബാങ്കുകളിലേക്ക് ഓടി. ആരുടെയെങ്കിലും അക്കൗണ്ടിലേക്ക് ഒരു ചില്ലി പൈസ വന്നോ? ഇടുക്കി ജില്ലാ നെഹ്റു യുവ കേന്ദ്രയുടെ സഹകരണത്തോടെ ജില്ലാ നെറ്റ്ബോൾ അസോസിയേഷന്റെ ബ്ലോക്ക് തല ടൂർണമെന്റ് സംഘടിപ്പിക്കും. അവധിക്കാല പരിശീലന ക്യാമ്പിലേക്കുള്ള രജിസ്ട്രേഷനും ഇതോടനുബന്ധിച്ച് നടക്കും. ശനിയാഴ്ച രാവിലെ 8 മുതൽ തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ വെച്ചാണ് ക്യാമ്പ്. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 9381111882 9447753482 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. ഈ കളിയിൽ പങ്കെടുക്കുന്നതിനും ഈ ടൂർണമെന്റ് നടത്തുന്നതിനും ഇത് ഇത്ര വിജയമാക്കുന്നതിനും സഹായിച്ച നമ്മുടെ സാറ് കണ്ണൻ അരുണ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഭാഗമായി സുമി, സുധീർ, അതുപോലെ എല്ലാവരും തന്നെ പ്രത്യേകിച്ച് ഈ ടൂർണമെന്റിൽ പങ്കെടുത്ത എല്ലാവരും ഇതിൻ്റെ വിജയം അറിയിക്കുന്നു. അവരാണ് ഇതിൻ്റെ തൊടുപുഴയിൽ ഇതിൻ്റെ പ്രചോദിപ്പിക്കാൻ അവസരം ഒരുക്കട്ടെ, ഈശ്വരൻ അവസരം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ഈ ക്വാർട്ടർ എന്തുകൊണ്ടും എല്ലാവിധ ഭാഗങ്ങളും നേർന്നുകൊണ്ടും ഈ കളിക്കാർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും നേതൃത്വം നന്ദി. കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂൾ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. KCSN മുൻ സംസ്ഥാന ഡയറക്ടർ റവറൻ ഡോക്ടർ യേശുദാസ് പഴമ്പള്ളി ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റവറൻ ഫാദർ തോമസ് കുഴിഞ്ഞാലിൽ അധ്യക്ഷനായിരുന്നു. കോതമംഗലം രൂപത കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ സെക്രട്ടറി റവറൻ ഡോക്ടർ സ്റ്റാൻലി കുന്നേൽ യാത്രയയപ്പ് സന്ദേശം നൽകി. കഴിഞ്ഞ 27 വർഷം ഏറ്റവും നല്ല കുഞ്ഞുങ്ങളെ ഏറ്റവും നല്ല കുഞ്ഞുങ്ങളായിരിക്കുവാൻ വേണ്ടി തൻ്റെ ജീവിതം, തൻ്റെ സ്വപ്നങ്ങൾ, ആരോഗ്യം, തൻ്റെതായ എല്ലാം മാറ്റിവെച്ച ഒരു മാതൃകയായ ഒരു അധ്യാപികയുടെ യാത്രയപ്പിൻ്റെ ഓർമ്മകളുടെ ഒരു സംഗമവേദിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. 2016 ക്രിസ്മസിൻ്റെ മെസ്സേജായി പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതിങ്ങനെയാണ്: നിങ്ങൾ സമ്മാനങ്ങൾ കൊടുക്കും ക്രിസ്മസിന്, നിങ്ങൾ മതാധ്യാപകര് അല്ലെങ്കിൽ നമ്മുടെ ഇടവകയിലുള്ള ഒരുപാട് സംഘടനകൾ അങ്ങോട്ടും ഇങ്ങോട്ടും, കുടുംബ യൂണിറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മാനങ്ങൾ കൊടുക്കും. എന്നിട്ട് പാപ്പ പറയുന്നു, നിങ്ങൾ കൊടുക്കേണ്ട ഏറ്റവും വിലയേറിയ, ഏറ്റവും ഭംഗിയുള്ള, ഏറ്റവും വിലമതിക്കുന്ന സമ്മാനത്തിന്റെ പേരാണ് ക്രിസ്തു എന്നത്.
പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 19 വർഷങ്ങളിൽ 6 വർഷമാണ് ഞാൻ സംസ്ഥാനത്തിലുണ്ടായത്. ഞാൻ ഓർക്കുന്നുണ്ട്, കേരളത്തിന്റെ പല ഭാഗത്ത് നടത്തപ്പെടുന്ന ക്യാമ്പുകൾ, സെമിനാറുകൾ, കലോത്സവങ്ങൾ, ലീഡർഷിപ്പ് ട്രെയിനിങ്ങുകൾ, ഇതിനെല്ലായിടത്തും ഏറ്റവും ആദ്യം കടന്നു വരുന്ന കുഞ്ഞുങ്ങളുമായി കടന്നു വരുന്ന സന്യാസിനിയാണ് ബഹുമാനപ്പെട്ട സിസ്റ്റർ ഫ്രാൻസിലെറ്റ്. എത്ര ദൂരമുള്ള സ്ഥലത്തായാലും, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടായാലും വന്ന് കുഞ്ഞുങ്ങളുമായി വന്ന് അവർക്ക് ഈശോയെ കൊടുക്കാനുള്ള വലിയൊരു ജീവിതത്തിന്റെ വ്യഗ്രത കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഒരു 10, പണ്ട് ലെനിൻ പറഞ്ഞതുപോലെ ഇതുപോലൊരു 10 ഫ്രാൻസിലെറ്റുമാരുണ്ടെങ്കിൽ കോതമംഗലം രൂപത ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച രൂപതയായി മാറ്റപ്പെടുമെന്ന് പറയാനും ഈ സമയം ആഗ്രഹിക്കുകയാണ്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രസന്നൻ, കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടോജോ പോൾ, DCL കോർഡിനേറ്റർ PT തോമസ്, ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബേസിൽ ജോൺ, AY മോഹൻദാസ്, D ദേവസ്യ, PTA പ്രസിഡന്റ് ജെറാൾഡ് ജിസ് ആന്റണി, MPTA പ്രസിഡന്റ് നിഷ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ ഫ്രാൻസിലിറ്റിന് യാത്രയയപ്പും നൽകി. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച പടിഞ്ഞാറേ മഠത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. ഡെപ്യൂട്ടി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ട്രീപ ജോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. നമുക്ക് പറയാൻ കൊള്ളില്ല. എന്നാലും ഇതിനും കൂടെ ഭയങ്കര കരിയിലായിരുന്നു. തള്ളിക്കളയില്ലല്ലോ, ഈ ഒരു സാധനം നമുക്ക് തള്ളിക്കളയണ്ട. പാൽക്കുളം ശ്രീ ദുർഗാദേവി മഹാദേവ ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം നടന്നു. ക്ഷേത്രം തന്ത്രി സ്വാമി ദേവചൈതന്യ ഭണ്ഡാര അടുപ്പിൽ അഗ്നി പകർന്നതോടുകൂടിയാണ് പൊങ്കാല സമർപ്പണത്തിന് തുടക്കം കുറിച്ചത്. നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് പൊങ്കാല അർപ്പണത്തിൽ പങ്കെടുത്തത്. ഉച്ചകഴിഞ്ഞ് 4 മണിക്ക് മുളകുവള്ളി ആറാട്ടുകടവിലേക്ക് ഘോഷയാത്രയും നടന്നു. ഈശ്വരധർമ്മത്തോടൊപ്പം മാനവസേവ എന്ന ലക്ഷ്യത്തോടുകൂടി അശരണർക്ക് ശരണാലയമായി മാറിയ ശ്രീ വ്യാസ ആശ്രമത്തിന്റെ 1ാം വാർഷികവും തിരുവുത്സവവും ഇതിനോടൊപ്പം നടന്നു. പ്രസിദ്ധ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ നെടിയശാല പള്ളിയിൽ വചന പ്രഘോഷണവും പിടിനീർച്ചയും ശനിയാഴ്ച നടക്കും. രാവിലെ 6-നും 10:30-നും വിശുദ്ധ കുർബാന, 6:45-നും 10:15-നും 11:45-നും നൊവേന, 9:30-ന് ജപമാല. വചനപ്രഘോഷണം ഫാദർ ടോണി ജോയ് കുഴിപ്പള്ളിയിൽ നേതൃത്വം നൽകും. 12-ന് അത്ഭുത കിണറ്റിങ്കലേക്ക് പ്രദക്ഷിണം, തുടർന്ന് പിടിനേർച്ച. തീർത്ഥാടകർക്ക് പ്രത്യേക പായ്ക്കറ്റുകളിൽ പിടിനേർച്ച നൽകുമെന്ന് വികാരി ഫാദർ ജോയി അറക്കിലും അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് പുളിക്കലും അറിയിച്ചു. കാരിക്കോട് ഭഗവതി ക്ഷേത്രത്തിൽ കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് അശ്വതി വിളക്ക് നടന്നു.
തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം രാഹുൽ ഈശ്വർ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്ക് ഭാരതത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് 2 ആത്മീയ കേന്ദ്രങ്ങളാണുള്ളത്. ഒന്നിനെ നമ്മൾ വിളിക്കുന്ന പേര് അമ്പലങ്ങൾ എന്നാണ്. ഈ പരമപവിത്രമായ ക്ഷേത്രം പോലെ, ഗുരുവായൂർ പോലെ, ചക്കുളത്തുകാവ് പോലെ, ശബരിമല പോലെ, വൈഷ്ണവദേവി പോലെ, ഗുജറാത്തിലെ പലതവണ ആക്രമിക്കപ്പെട്ട് പുനരുദ്ധാരണം ചെയ്ത സോമനാഥ ക്ഷേത്രം പോലെ അമ്പലങ്ങളാണ് ഒരു വശത്ത്. മറുവശത്ത് ആശ്രമങ്ങളാണ്. വിവേകാനന്ദ സ്വാമിയുടെ, ചട്ടമ്പി സ്വാമിയുടെ, ശുഭാനന്ദ ഗുരുദേവന്റെ, ശ്രീനാരായണ ഗുരുദേവന്റെ, മഹാത്മാഗാന്ധിയുടെ അടക്കമുള്ള അല്ലെങ്കിൽ ആധുനിക കാലത്ത് ശ്രീ രവിശങ്കർജിയുടെ, ബാബ രാംദേവിന്റെ, മാതാ അമൃതാനന്ദമയി ദേവിയുടെ, സദ്ഗുരു ജഗ്ഗി വാസുദേവിന്റെ അടക്കമുള്ള ആശ്രമങ്ങളാണ് ഒരു വശത്ത്. ഒരു വശത്ത് അമ്പലങ്ങൾ, ഒരു വശത്ത് ആശ്രമങ്ങൾ. യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് ഈ അമ്പലങ്ങളും ആശ്രമങ്ങളും ഒന്നിക്കുന്ന അമ്പലാശ്രമങ്ങൾ ആണ്. അമ്പലങ്ങളും ആശ്രമങ്ങളും ഒന്നിക്കുന്ന അമ്പലാശ്രമങ്ങൾ ആണ്. അമ്പലത്തിന്റെ ഭക്തിയും ആശ്രമത്തിന്റെ ജ്ഞാനവും, അമ്പലത്തിലെ ആചാരങ്ങളും ആശ്രമത്തിലെ അറിവും, അമ്പലത്തിന്റെ മനോഹരമായ ഉത്സവങ്ങളും കെട്ടുകാഴ്ചയും ദീപാരാധനയും ശിവരാത്രിയും വെടിക്കെട്ടും ആനയും അമ്പാരിയും എല്ലാം ഒരു വശത്ത്, അതോടൊപ്പം ആശ്രമത്തിലെ ജ്ഞാനവും ധ്യാനവും പഠനവും സാമൂഹിക സേവനവും. അങ്ങനെ അമ്പലങ്ങളും ആശ്രമങ്ങളും സമന്വയിക്കുന്ന അമ്പലാശ്രമങ്ങളായി മാറാൻ വെങ്ങല്ലൂർ ആരവല്ലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ തിരുവുത്സവത്തിന്റെ 1ാം ദിവസം വിദ്വാൻ ശ്രീവത്സം വേണുഗോപാൽ അവതരിപ്പിച്ച പാഠകം നടന്നു. തുടർന്ന് പ്രസാദ ഊട്ടും ഉണ്ടായിരുന്നു. ഒരു ഒരു പുലിയായ സിംഹമായി ആനയായ സകല രോഗഭാവങ്ങൾ അങ്ങനെ കാട്ടിക്കൊടുത്തു. ഇതിപ്പോഴൊരു സന്തോഷം വേറെ ഉണ്ടാവാനില്ല. അച്ഛൻ ഇങ്ങനെ എന്നെ സഹായിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. നേരെ വേതാളത്തിന്റെ ശിരസിലേക്ക് അങ്ങനെ കയറി ഇരുന്നു. പോയിക്കോടാ, നിങ്ങളുടെ കാര്യമുണ്ട് കൂട്ടത്തിലേക്ക് പോണ വഴിക്ക് ഉത്സവമൊക്കെ പറഞ്ഞു. എന്തൊക്കെയുണ്ട് വേതാളം വിശേഷങ്ങൾ? നല്ല വിശേഷം. പിന്നെ ഒരു കാര്യമുണ്ട്, 1000കണക്കിന് നാരികന്മാർ ജനിക്കും എന്റെ ഒരൊറ്റ വെട്ടുകൊണ്ട്. അപ്പൊ നിനക്ക് 40 രക്തം കിട്ടി കേട്ടോ. സന്തോഷമായില്ലേ? പിന്നെ ഇതിൽ ഒരു സന്തോഷം വേറെ ഉണ്ടാകാനുണ്ടോ? ഒത്തിരി കാലമായി 1000കണക്കിന് പേരുടെ രക്തം കുറിച്ചിട്ട്. അതുകൊണ്ട് സന്തോഷമായി. യാത്ര പുറപ്പെട്ടു. നേരെ ദാരികന്റെ കൊട്ടാരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വാഹനം ഇരിക്കപ്പെടുന്നില്ല. ഇനി ആ വാഹനങ്ങൾ ഒന്നും ഇല്ല എന്നുള്ള വിഷമമില്ല. ഇനി ഒരു വിഷമമുള്ളത്, ആയുധം കൊടുത്തുവിടാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ആയുധങ്ങൾ ഉണ്ടാവണം. അതിനപ്പം എന്താ വേണ്ടതായി? പാർവതി ദേവി ആയുധങ്ങളൊന്നും ദേവിക്ക് കൊടുത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അതിനെന്താ മാർഗം? അപ്പോ അതങ്ങനെ നിശ്ചയിച്ചാൽ മതി. എന്റെ കണ്ടത്തിൽ നിന്ന് കർണത്തിലൂടെ ചാടിയോടെ നീ എന്തിനാ ഇപ്പിഴേ അറിയില്ല. അച്ഛൻ തിരുമ്മി ആ തിരുനീല കണ്ടത്തിൽ നിന്ന് ആ അംശാവതാരമായിട്ടിരിക്കുന്ന ഞാൻ എങ്ങനെ ഓർക്കുന്നു എനിക്കറിയില്ല. അതുകൊണ്ട് എന്നെ വിളിച്ച് ചോദിച്ചിട്ട് ഒരു പ്രോഗ്രാം ഇങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് എന്നൊക്കെ വിളിച്ചു ചോദിച്ചിട്ട് ഈ ഏപ്രിൽ 26-ാം തീയതി 6ാം ഉത്സവത്തിനാണ് ഇദ്ദേഹത്തെ തൊടുപുഴ അമ്പലത്തിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കഥ ശ്രീകൃഷ്ണ ഭഗവാനായിട്ട് ബന്ധപ്പെട്ട കഥ ബാണിയതം ഏപ്രിൽ 26-ാം തീയതി. ഇനി നോമ്പുകാലത്തിലൂടെ BBC-യുടെ കാൽവരിയിലൂടെ സന്ദേശമാണ് ഇനി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഗംഗാ നദിയിൽ മുങ്ങിക്കുളിച്ച് പൂജയ്ക്കായി പോകുന്ന ഒരു പൂജാരിയുടെ മുഖത്തേക്ക് വഴിയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ കാർക്കിച്ചു തുപ്പുകയാണ്. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ആ മുഖത്തേക്കൊന്ന് നോക്കി പുഞ്ചിരിച്ച് വീണ്ടും ഈ പൂജാരി ഗംഗാ നദിയിൽ മുങ്ങി കുളിക്കുകയാണ്. ഓരോ പ്രാവശ്യവും കയറി വരുമ്പോഴും ഇപ്രകാരം മുഖത്ത് തുപ്പുമ്പോഴും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ കടന്നു പോകുന്ന പൂജാരി 99 പ്രാവശ്യവും ഗംഗാ നദിയിൽ മുങ്ങി കുളിച്ചു കയറുമ്പോൾ മുഖപ്രസന്നത നഷ്ടപ്പെടാതെ ശാന്തമായി കൂടുതൽ തീവ്രമായി നടന്നു നീങ്ങുമ്പോൾ മുഖത്തു തുപ്പുന്ന മനുഷ്യൻ വന്ന് കാൽക്കൽ വീണുകൊണ്ട് ഇപ്രകാരം ചോദിക്കും,
99 പ്രാവശ്യവും ഞാൻ അങ്ങയുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയപ്പോഴും മുഖപ്രസന്നത നഷ്ടപ്പെടുത്താതെ വളരെ ശാന്തമായി അങ്ങേക്കായിരിക്കുവാൻ എങ്ങനെയാണ് സാധിച്ചത്? പൂജാരി ഇപ്രകാരം മറുപടി പറഞ്ഞു, അത് ഞാൻ സ്വീകരിച്ച നിലപാടാണ്. ഗംഗാനദിയിൽ മുങ്ങിക്കുളിക്കുമ്പോൾ എൻ്റെ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിച്ച് മോക്ഷം പ്രാപിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ് അതിൻ്റെ കാരണം. ഓരോ പ്രാവശ്യവും നീ എന്നെ തുപ്പുമ്പോഴും സ്വർഗത്തിലേക്ക് മോക്ഷത്തിലേക്ക് അടുക്കുവാനുള്ള ഒരു നിയോഗമായി ഞാൻ അതിനെ കണ്ടതുകൊണ്ട് ശാന്തമായി നേരിടുവാൻ എനിക്ക് സാധിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാല ചിന്തകളിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിൻ്റെ രോഗങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടബാധ്യതകളുമൊക്കെ നമ്മെ തളർത്തുന്ന കുരിശുകളായി നമുക്ക് പലപ്പോഴും തോന്നുമ്പോഴും ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന മനോഭാവമാണ്, ജീവിതത്തോട് നമ്മൾ പുലർത്തുന്ന കാഴ്ചപ്പാടുകളാണ് ഇതിനെ സങ്കടകരവും സന്തോഷകരവുമാക്കി മാറ്റുക. അതുകൊണ്ട് ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം ദുരിതങ്ങളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തികഞ്ഞ പോസിറ്റീവായിട്ടൊരു കാഴ്ചപ്പാട് ജീവിതത്തിൽ രൂപപ്പെടുത്തിയെടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകളെയും സന്തോഷങ്ങളാക്കി മാറ്റുവാൻ ഈ നോമ്പ് കാലത്ത് നമുക്ക് സാധിക്കട്ടെ. ആമേൻ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2765 രൂപ, വെള്ളി ഗ്രാമിന് 47 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 154 രൂപ, റബ്ബർ RSS 5 കിലോഗ്രാമിന് 142 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ RSS വധഭീഷണി മുഴക്കിയതിൽ പ്രതിഷേധിച്ച് CPM-ന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും യോഗവും നടന്നു. പ്രതിഷേധ യോഗം CPM ജില്ലാ സെക്രട്ടറി KK ജയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ അന്തിമ വിജ്ഞാപനം ഉടൻ പുറപ്പെടുവിക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാവണമെന്ന് മുൻ ഇടുക്കി MP K ഫ്രാൻസിസ് ജോർജ്. UDF MPമാരുൾപ്പെടെ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ഒരുമിച്ച് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിക്ക് നൽകിയ കത്തിന്റെ തുടർച്ചയാണ് 886.7 ചതുരശ്ര കിലോമീറ്റർ ESIയിൽ നിന്നും ഒഴിവാക്കാൻ സംസ്ഥാന മന്ത്രിസഭ തീരുമാനിച്ചതെന്ന് അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിൽ കത്തിനശിച്ച പടിഞ്ഞാറേമഠത്തിൽ വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തൊടുപുഴ മൂൺ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിലുള്ള മൂൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സയൻസിന്റെ 3ാമത് വാർഷികവും പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.